ഇന്ത്യൻ സൂപ്പർ ലീഗ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും മത്സരങ്ങൾ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. എന്താണ് സഹലിന്റെ ഒരു പ്രതീക്ഷ? ഉം, നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതിൽ നിരാശയുണ്ടോ ഇപ്പോ? തീർച്ചയായും നമ്മള് എന്താ പറയാ ഫുട്ബോളറാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ സന്തോഷം തരുന്ന കാര്യം ഫുട്ബോൾ മാച്ചസ് ആണ്. അപ്പൊ അതിപ്പോ തൽക്കാലം നമുക്കില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് എന്താ പറയാ ഒരു തീരുമാനമായി നമുക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ഹോപ്പുമാണ് നമ്മൾ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നത്. നമ്മളിപ്പോ ട്രെയിനിങ് ചെയ്യുന്നത് തന്നെ എന്താ പറയാ ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം റെഡിയായി നമ്മളെ തിരിച്ച് ക്ലബിലേക്ക് വിളിക്കുന്നുള്ള ഒരു ഹോപ്പ് വെച്ചിട്ടാണ്. അപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മളും ആകാംക്ഷയോടെ വെയിറ്റിംഗിലാണ്. അപ്പൊ എന്തായാലും റെഡി ആവും തന്നെ വിചാരിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഈ സീസൺ എന്ന് പറയുന്നത് വലിയ തിരക്കുള്ള സമയമാണ്. ഇപ്പൊ ഉം. സൂപ്പർ കപ്പിന്റെ സമയത്താണെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ നേരെ ISL-ലേക്ക് പോകാമെന്ന്. അപ്പൊ അപ്പം അപ്രതീക്ഷിതമായിരുന്നോ ഒരു ഒരു ഇത്? തീർച്ചയായും ഈ സൂപ്പർ കപ്പ് ISL ഒക്കെ ഐ മീൻ അതിന്റെ ഫിക്ചർ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോഴൊക്കെ നമുക്ക് നമ്മൾ പറയാ അതെന്തായാലും നടക്കും, കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, ചെറിയൊരു ഡിലേ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോ നമുക്ക് ഉള്ളിലൊരു എന്താ പറയാ നമ്മളെ ലൈഫാണല്ലോ ഇത്. നമ്മളെ ലൈവ്ലിഹുഡ് ആണ്. നമ്മള് ഏൺ ചെയ്യുന്നത് ഇതിലെ കൂടെ ഇത് കളിച്ചിട്ടാണ്. അപ്പൊ അതില്ല എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇല്ലതുപോലെ ഒരു ടെൻഷനും ഡെസ്പിറേഷനും ഒക്കെ നമുക്കുണ്ട്. അപ്പം എന്താ പറയാ ഇതൊന്നും ഇല്ലാത്തപ്പോ ആണ് അതിന്റെ ഒരു വില നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ അഡ്രിയാൻ ലൂണയെ പോലുള്ള താരങ്ങൾ, ഒരുപാട് താരങ്ങൾ ഇപ്പൊ രംഗത്ത് വന്നു. സഹലിന്റെ ഒരു 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 വാക്കുകൾ എന്താണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോട്, ISL-ന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകളോട് എന്താണ് സഹലിന് പറയാനുള്ളത്? എല്ലാരും പറയുന്നത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നത് പോലെ തന്നെ ഇതിന്റെ നടത്തുന്ന ആൾക്കാരോട് ആരെയും നമ്മള് കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമില്ല. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കളിച്ചും ഇതൊക്കെ നടന്നത്. അപ്പൊ എന്താണോ പ്രശ്നം എന്നൊന്നും ക്ലിയർ ആയിട്ട് ആർക്കും അറിയില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കി ആഹ് എല്ലാരും മുഖത്തൊരു ചിരി വരണമെങ്കിൽ ഫുട്ബോൾ തിരിച്ചു വരണം. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളും ചെയ്യും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി ഫുട്ബോളിനെ ഇന്ത്യയിൽ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ഇത് തന്നെയാണ് എനിക്കുള്ളത്. ഓക്കെ. മത്സരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ താരങ്ങളും തയ്യാറാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായും കളി ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളെല്ലാരും മനസ്സിൽ. കാരണം ഇന്നലെ ഞാനിങ്ങനെ ഒരു ജിമ്മിൽ നിന്ന് ഞാൻ ഇവിടുത്തെ ജിമ്മിൽ പോയി ഒരു സ്റ്റോറി ഇട്ടപ്പോ മറ്റേ ഞങ്ങളെ ഡിയാസ്, മുംബൈയിലുള്ള പെരേര ഡിയാസ് എനിക്ക് മെസ്സേജ് അയച്ചു, എന്താണ് ക്ലബിന്റെ കൂടെ ആണോ അതോ ഒറ്റക്കാണോ ചെയ്യുന്നത്, എന്തെങ്കിലും ISL-ന്റെ വിവരങ്ങൾ ഉണ്ടോ? ഞാൻ പറഞ്ഞ എനിക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോ ഞമ്മക്ക് ഇങ്ങനെ കുറച്ച് ക്ലബ്ബ് ലീവ് തന്നിട്ടുണ്ട്. അപ്പോ ആ ദിവസം ഇവര് തിരിച്ചു വിളിക്കുമായിരിക്കും. പിന്നെ എല്ലാം ഓക്കെ ആവുമെന്ന് ഞാനും അവനോട് പറഞ്ഞു. നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ ഇതിനെ കൊണ്ട്. അപ്പം എല്ലാരും ഡെസ്പിറേഷനിലാണ്. തീർച്ചയായും ഇത് എന്തായാലും റെഡി ആവും തന്നെ വിചാരിക്കുന്നു. ആ ഹോപ്പ് ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടാവും. നമുക്ക് സഹൽ, ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് നമുക്ക് ലോക ഫുട്ബോളിൽ ഒരു വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ആ, നമ്മുടെ താരങ്ങൾക്ക്, പുതിയ പുതിയ താരങ്ങൾ പിറവിയെടുക്കാനും വലിയ വലിയ അവസരങ്ങൾ അവർക്ക് കിട്ടാനും അവർക്ക് സ്വപ്നം കാണാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ISL-ആണ്. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാക്കുന്ന ഒരു നഷ്ടം അത് എത്രത്തോളമായിരിക്കും? അതന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല. എനിക്കൊക്കെ ഒരു സ്റ്റേജ് തന്നത് ISL ആണ്. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കുമ്പോ ഭയങ്കര ഒരു വിഷമമുണ്ട്. അപ്പൊ വരുന്ന തലമുറയും അതേപോലെ തന്നെ എല്ലാവരും ISL ആണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ടയർ എന്താണ് ലീഗ്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ അടിയിലേക്കുള്ള കുറെ ലീഗൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ അവസ്ഥ ഇതിലും എന്താ പറയാ വേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു തിരിച്ചറിയലാണ്. തീർച്ചയായും എല്ലാം റെഡി ആവും തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്ന പോലെ.
ISL നടന്നില്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ലീഗുകളെയും അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? കാരണം പുതിയ അവസരങ്ങൾ താരങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോൾ താരങ്ങൾ മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ ഫുട്ബോളിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ ഒരു മാനസികമായ പ്രയാസം താരങ്ങൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായും ഈ ടോപ്പ് ലീഗ് നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ താഴെയായിട്ടുള്ള ലീഗ് എന്തായാലും ഹോൾഡിലായിരിക്കും ഉള്ളത്. അപ്പോൾ അത് വലിയൊരു പ്രയാസമായിരിക്കും എല്ലാവർക്കും. പിന്നെ ഫുട്ബോൾ കളി നിർത്തുമെന്ന് ചോദിച്ചാൽ ആരും ഇതിലേക്ക് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാരും ഇതിൽ നിന്ന് തിരിഞ്ഞു ഓടൂല എന്ന് 100% അറിയാം. അതെ, ഇന്നില്ലെങ്കിൽ നാളെ എന്തായാലും ഫുട്ബോൾ തിരിച്ചു വരും. അപ്പോ ആ വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നതും ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ നിൽക്കുന്നതും ചെയ്യുന്നതും ആ ഒരു ഹോപ്പ് ഉള്ളതുകൊണ്ടാണ്. സഹലിന് വ്യക്തിപരമായിട്ട് എന്താണ് ഈ ഒരു സമയം? ഈ സമയം ശരിക്ക് ഒരുപക്ഷെ കരിയറിൽ പ്രതീക്ഷിച്ചതാവില്ലല്ലോ. ഈ സമയം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഒന്നും അങ്ങനെ അറിയില്ല എന്താണെന്നൊന്നും. ഞാന് പറ്റുന്നത് പോലെ നമ്മളെ ചുറ്റുപാടിലുള്ളവരോടൊക്കെ കുഴപ്പമില്ല, ഇതെന്ന് നടക്കും, നാളെ അടുത്ത ആഴ്ച ക്ലബ്ബ് വിളിക്കും, ആ പോസിറ്റീവായിട്ട് ഞാൻ എല്ലാത്തിനെയും കാണുന്നു. പക്ഷെ ഇത് ഇത്രയും നീണ്ടു പോകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താ പറയാ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹോപ്പ് തന്നെയാണ് ഏറ്റവും അത് എത്രയും പെട്ടെന്ന് ആവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്നു. ഓക്കെ. അവസാനമായി സഹൽ ഈ സമയം കഴിഞ്ഞ് ഒരു പെട്ടെന്ന് ISL യാഥാർത്ഥ്യമാവുകയും അതിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നേരത്തെ വേണമല്ലോ. അപ്പോൾ സഹലിന്റെ ബാക്കിയുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും ഇനി മുന്നേ? സഹൽ മാത്രമല്ല, നമ്മുടെ മറ്റു താരങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഒരു സാഹചര്യം? അതന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞത്. എല്ലാവരും പറ്റുന്നത് പോലെ ഇപ്പൊ ട്രെയിനിങ് ഒക്കെ ചെയ്ത് എനിക്കൊരു ഫീലിംഗ് വരുന്നത് പണ്ട് കോവിഡ് ടൈമില് നമ്മളെല്ലാരും വീട്ടിൽ ഇരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ. എല്ലാരും സ്വന്തം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക വീട്ടിൽ നിന്ന്. അപ്പൊ ആ സിമിലർ ഫീലിംഗ് ആണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം അന്നൊന്നും ഒന്നും ചെയ്യാനില്ലല്ലോ, പുറത്തു പോയി കളിക്കാൻ പാടില്ല, ഒന്നുമില്ല. അപ്പൊ ഇതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാരും കടന്നു പോകുന്നതും. അപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെയാണ്. എല്ലാരും വീട്ടിൽ നിന്ന് ജിം ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ എല്ലാരും ചെയ്യട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം റെഡി ആവട്ടെ. അതെ. അത് പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും തീർച്ചയായും. സഹല് ഒരുപാട് മാജിക് മൊമെന്റ്സ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം കടന്നുപോകും, പ്രയാസങ്ങളൊക്കെ കടന്നുപോകും. തീർച്ചയായും. ഇന്ത്യൻ സൂപ്പർ തീർച്ചയായും. ലീഗ് വീണ്ടും വരും. നമ്മളും അതിനായി പരിശ്രമിക്കാം, പ്രയത്നിക്കാം, ഒപ്പം ഉണ്ടാകാം. തീർച്ചയായും. താങ്ക് യു സഹൽ അബ്ദുൽ താങ്ക് സമദ് യു. മുക്കുപച്ച. താങ്ക് യു. താങ്ക് യു സോ താങ്ക് മച്ച്. യു സോ മച്ച്.